വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം ഉള്ള ഒരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറേ ആയി ഈവനിങ് വ്ളോഗൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈവനിങ് ഒട്ടും സമയം കിട്ടാറില്ല. വൈകുന്നേരത്താണ് നമ്മൾ പോണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമയം കിട്ടാറില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് മോർണിംഗ് വ്ളോഗ് എന്ന് പറഞ്ഞിട്ടുള്ള വ്ളോഗ് തന്നെ ഇടാൻ പറ്റുന്നുള്ളൂ കേട്ടോ ഇപ്പോൾ കുറച്ചായിട്ട്. അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ അടിച്ചുവാരൽ നിന്ന് അങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ എന്നുണ്ടെങ്കിൽ അടിച്ചുവാരി തുടക്കലും എല്ലാം കഴിഞ്ഞതായിരുന്നു. അപ്പോൾ വീണ്ടും കണ്ടില്ല, വൈകുന്നേരം ആയപ്പോഴത്തേനും നിറയെ പൊടിയും പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇലയും ഒക്കെ കാറ്റത്ത് പറന്നു വന്നിട്ട് അകത്ത് ഇങ്ങനെ പറ്റിപ്പിടിച്ച് അവിടെ ഇവിടെ കയറ്റി കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം തന്നെ അടിച്ചു വാരി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഞാൻ പറയാറുണ്ടല്ലോ, അടിച്ചു വാരിയിട്ടും വലിയ കാര്യമൊന്നും ഇല്ല. എന്നാലും മുരിങ്ങയുടെ ഇല, ഈ അപ്പുറത്തെ സൈഡിലൊരു മുരിങ്ങ മരം ഉള്ള കാരണം കൊണ്ട് തന്നെ അതിലത്തെ വാടിയ ഇലകളും ഉണങ്ങിയ ഇലകളൊക്കെ ഇങ്ങനെ പറന്ന് വന്നുകൊണ്ടിരിക്കും കേട്ടോ എപ്പോൾ നോക്കിയാലും. പിന്നെ അതുപോലെ തന്നെ പൊടിയും ഇപ്പോൾ കാറ്റല്ലേ, അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ ഞാൻ അതൊക്കെ ഒന്ന് അടിച്ചു വാരി കളയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് ബാക്കി ജോലികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഏട്ടനാണെങ്കിൽ രാവിലെ കടയിലേക്ക് പോയപ്പോൾ പഴം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, നേന്ത്രപ്പഴം. ഞാൻ പറഞ്ഞിട്ട് തന്നെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം കിച്ചു കുറേ ദിവസമായി അമ്മ പഴംപൊരി ഉണ്ടാക്കുമെന്ന് പറയുന്നു കേട്ടോ. നമുക്ക് വൈകുന്നേരത്ത് പലഹാരം ഉണ്ടാക്കാനോ ഒന്നിനും പറ്റാറില്ലല്ലോ. അപ്പോൾ അവൻ എന്തോ പൂതി കയറിയിട്ട് തോന്നുന്നു, പഴംപൊരി ഉണ്ടാക്കി തരുമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നാണെന്നുണ്ടെങ്കിൽ ഏട്ടന് ലീവാണ്. അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ രാവിലെ കടയ്ക്ക് പോയപ്പോൾ നേന്ത്രപ്പഴം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ മൊത്തം എടുത്തു. ഫുള്ള് എടുത്താലാണ് തികയുള്ളൂ കേട്ടോ. ഇവിടെ ഒരു പഴം കൊണ്ട് 2 പഴം കൊണ്ട് ഉണ്ടാക്കിയാലൊന്നും തികയില്ല. കാരണം എൻ്റെ കിച്ചു മുമ്പ് ഇരിപ്പിന് കുറേ ഇരുന്ന് കഴിക്കും കേട്ടോ. അവർക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ. ചോറും കഞ്ഞിയൊന്നും കഴിക്കില്ലെങ്കിലും ഇങ്ങനത്തെ പലഹാരമൊക്കെ നല്ല ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 4 പഴമാണ് ആകെ ഉണ്ടായിരുന്നുള്ളൂ. ആ 4 പഴം എടുത്തു കേട്ടോ. അതൊക്കെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കലക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ തൊലിയൊക്കെ ഒന്ന് എടുത്ത് കളയുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന്. അല്ലെങ്കിൽ അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ അതേ എന്തെങ്കിലും ഓടിക്കളിച്ചിട്ട് അതിൽ വഴിക്ക് വീണാൽ പിന്നെ അടുത്തത് അതായിരിക്കും. അപ്പോൾ അതൊക്കെ വേഗം എടുത്ത് കളഞ്ഞു. അതിന് ശേഷം ഞാനിത് അകത്തേക്ക് കയറി വന്നു കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ ആ പുറത്തിരുന്നിട്ട് ഇങ്ങനെ ഓരോ ജോലി ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. ഞാൻ മീൻ കറിയോ ചിക്കൻ കറിയൊക്കെ വെക്കുമ്പോൾ ഉള്ളിയും കാര്യങ്ങളൊക്കെ നേരാക്കുമല്ലോ, അപ്പോൾ അവിടെ തന്നെ ഇരിക്കുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയ ചെറിയ ജോലികൾ ചെയ്യുമ്പോൾ അവിടെ പോയിരുന്നിട്ട് ഫോണിലിരുന്ന് ഇങ്ങനെ വല്ല സിനിമയോ അല്ലെങ്കിൽ കൂടുതലും ഉപ്പും മുളകും പറഞ്ഞിട്ടുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, ആ സംഭവം കാണുള്ളൂ കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമാണ് അവിടെ പോയിട്ട് ഇങ്ങനെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ ഇരിക്കാനും നല്ല സുഖമാണ് കേട്ടോ. നല്ല അടിച്ചു വാരി വൃത്തിയാക്കി തുടച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായി കിടക്കും. പിന്നെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നല്ല സുഖമാണ് ഇരിക്കാൻ വേണ്ടിയിട്ട്, നല്ല തണലൊക്കെ ഉണ്ടല്ലോ അങ്ങനെ. അപ്പോൾ അവിടെ നിന്ന് അതെല്ലാം കഴിഞ്ഞു. ഓയിൽ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു, അത് പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ. ഞങ്ങൾ സൺഫ്ലവറൊന്നും അങ്ങനെ വാങ്ങിക്കാറില്ല. ഇപ്പോൾ 2 തവണയായിട്ട് അങ്ങനെ ആ ഒരു ഓയിലാണ് കയറിയിരിക്കുന്നത് കേട്ടോ. കുഴപ്പമില്ല, നല്ല ഓയിൽ തന്നെയാണ് കേട്ടോ. സാധാരണത്തെ ഓയിലും ഈ സൺഫ്ലവർ ഓയിലും തമ്മിൽ എന്തോ ഒരു ചെറിയൊരു ഡിഫറൻസ് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഏട്ടനോട് അത് തന്നെ വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ 2നും ഏകദേശം ഒരേ റേറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വാങ്ങിച്ചെന്ന് മാത്രം. അങ്ങനെ എണ്ണയൊക്കെ ഒഴിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പഴംപൊരി ഉണ്ടാക്കുമ്പോൾ എണ്ണ വേണമല്ലോ, എണ്ണ തീർന്നിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഗോതമ്പ് പൊടി ഇരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുറച്ചല്ല, കുറേ ഗോതമ്പ് പൊടി പാക്കറ്റുകൾ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പൊട്ടിച്ച് വെച്ചത് എന്തായാലും ഇരിക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതും തന്നെ വീണ്ടും എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് കുറച്ച് ഗോതമ്പ് പൊടിയൊക്കെ എടുത്തിട്ട് ഒന്ന് അരിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം കുറേ ദിവസമായി നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ട്, എന്നോ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ പൊട്ടിച്ച് വെച്ചതാണ് കേട്ടോ. കുറേ ദിവസം ആയല്ലോ. അല്ല, കുറേ ദിവസം ആയാലും കുറച്ച് ദിവസം ആയാലും ഇപ്പോൾ പൊട്ടിക്കണ പാക്കറ്റാണെന്നുണ്ടെങ്കിൽ നമ്മൾ അരിച്ചിട്ടല്ലേ എടുക്കാൻ പറ്റുള്ളൂ. ഗോതമ്പ് പൊടിയൊക്കെ ആകുമ്പോൾ നന്നായിട്ട് അരിച്ചിട്ട് തന്നെ എടുക്കണം. ഞാൻ ഈ യൂട്യൂബിലൊക്കെ വീഡിയോസ് ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ. അരിച്ച് കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രാണികളും ജാതികളൊക്കെ കിടക്കണം കാണാറുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അരിച്ചിട്ട് എടുക്കുള്ളൂ കേട്ടോ. പക്ഷേ എനിക്കിതുവരെയായിട്ട് അങ്ങനെ ഒരു വൃത്തികേടായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പ്രാണികളിനെ പുഴുക്കളിലൊന്നും എനിക്ക് കിട്ടിയിട്ട് തന്നെ ഇല്ല അരിച്ച് കഴിഞ്ഞാൽ. അതെന്തോ അങ്ങനെ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഗോതമ്പ് പൊടി പറഞ്ഞ സാധനം ഞാൻ ഉപേക്ഷിക്കും. എനിക്ക് കണ്ടു കഴിഞ്ഞാൽ അറപ്പ് തോന്നുള്ളൂ കേട്ടോ. അങ്ങനെ അതൊക്കെ പറഞ്ഞ് വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ട് ഞാൻ അങ്ങനെ ഗോതമ്പ് പൊടിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഒരു സ്വല്പം ഉപ്പും പഞ്ചസാരയും ഒക്കെ ഇട്ട്, പിന്നെ ഒരു സ്പൂണ് അരിപ്പൊടി അതും ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കൂടി ഇട്ടിട്ട് എല്ലാം മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഗോതമ്പ് പൊടി കുറച്ച് അധികം ഇതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അരിക്കണ സമയത്ത് ഇങ്ങനെ കൊട്ടുമ്പോൾ തെറിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ ജസ്റ്റ് തുണി കൊണ്ടെന്തോ തുടച്ചിങ്ങനെ മാറ്റിയതാണ് കേട്ടോ.
അങ്ങനെ ഇതാ തീയൊക്കെ കത്തിച്ച് പിടിപ്പിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി പഴംപൊരി ഉണ്ടാക്കണം. നമ്മുടെ കിച്ചും തുമ്പിയാണെന്നുണ്ടെങ്കിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അവർ നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ ഇതെന്ന് പറയുമ്പോണ്ടല്ലോ കിച്ചു സ്കൂളിലേക്ക് ഇന്ന് പോവാത്ത ദിവസത്തുള്ള ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അവൻ സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ല, ബാഗ് പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തെ ഈവനിങ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അവനുണ്ട് ഇന്ന്. രണ്ടുപേരും നല്ല ഉറക്കത്തിലാണ്. ഉറങ്ങി നീക്കുമ്പോഴത്തേനും എന്തായാലും ചോദിക്കും, ഉറങ്ങി നീച്ച് വരുമ്പോൾ തന്നെ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാന്ന് അവർ അറിഞ്ഞിട്ടുണ്ടല്ലോ, പഴമൊക്കെ വാങ്ങി വെച്ച് കണ്ടല്ലോ. അപ്പോൾ എന്തായാലും നീച്ച് വരുമ്പോൾ ചോദിക്കും. അപ്പോൾ നീക്കുമ്പോഴത്തേനും ഞാൻ വേഗം ഉണ്ടാക്കിയതാണ് കേട്ടോ. ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. കുട്ടികളൊക്കെ രണ്ടുപേരും ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാനും കുറച്ച് നേരം കിടന്നുറങ്ങി. ഏട്ടൻ ഉറങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ. ഏട്ടൻ അവിടെ ഫോണിൽ സിനിമ കണ്ടിട്ട് ഇങ്ങനെ കിടക്കുകയായിരുന്നു കേട്ടോ. എനിക്ക് കുറച്ച് നേരം ഉറങ്ങാൻ പറ്റുള്ളൂ. അപ്പോഴത്തേനും പിന്നെ നീക്കേണ്ടി വന്നു കേട്ടോ. നമ്മുടെ ഹൗസ് ഓണറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അപ്പോഴത്തേനും നീക്കേണ്ടി വന്നു. അപ്പോൾ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇനി ഉറങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും ഉറക്കത്ത് പെടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ഉറങ്ങാൻ നിന്നില്ല. അങ്ങനെ വേഗം പഴംപൊരിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നേരം വൈകിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉണ്ടാക്കാനും തോന്നില്ല കേട്ടോ. ഈ ഒരു 3 മണി 3:30 ആ ഒരു സമയത്താണ് എനിക്ക് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളൂ. അത് കഴിഞ്ഞ് ഈ 5 മണി 6 മണി ആ ടൈമിലൊന്നും ഞാൻ ഒരു പലഹാരം ഉണ്ടാക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ ചായക്കുള്ള പലഹാരം ഒന്നും ഉണ്ടാക്കാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല ആ സമയത്തൊന്നും. 6 മണിയാകുമ്പോഴത്തേനും എനിക്ക് എൻ്റെ എല്ലാ ജോലികളും തീർന്നിട്ട് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്തിരിക്കണം. അങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു കാര്യം എന്ന് പറയുമ്പോൾ. അപ്പോൾ പഴംപൊരി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ കുറച്ച് തുണികൾ തിരുമ്മാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് തിരുമ്പി എടുക്കുന്നുണ്ട്. ഇനി എനിക്ക് പ്രാക്ടീസിനൊക്കെ പോകാനുണ്ടല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് അതൊക്കെ ഒന്ന് വേഗം ചെയ്തെടുക്കുന്നുണ്ട്. 5 മണി മുതലാണ് കേട്ടോ പ്രാക്ടീസ്. 1 മണിക്കൂറുള്ളൂ, 5 മണി മുതൽ 6 മണി വരെ. അപ്പോൾ ഇന്നെന്തായാലും ഏട്ടൻ വീട്ടിലുള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ 4 മണിക്കൊന്നും പോകണില്ല. 5 മണി ആ ഒരു സമയത്തേക്ക് തന്നെ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈവനിങ് വ്ളോഗ് എടുക്കാൻ തന്നെ കാരണം. അല്ലാന്നുണ്ടെങ്കിൽ ഏട്ടൻ ഇല്ലാത്ത സമയമാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 4 മണിയൊക്കെ 3:30 4 മണിക്കൊക്കെ ഇവിടെ നിന്ന് പോകും കേട്ടോ. എന്നിട്ട് കിച്ചുവിനെ അവിടെ നിന്ന് കൂട്ടുക ചെയ്യാറ് കേട്ടോ. അതുകൊണ്ടാണ് പറ്റാത്ത വൈകുന്നേരത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്ന് പിന്നെ അത് വിഷയമില്ല. അപ്പോൾ വേഗം തുണികളൊക്കെ തിരുമ്പിയിടുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വേണം മുറ്റടിച്ച് വരാനും. പിന്നെ കുറച്ച് പട്ടയൊക്കെ അപ്പുറത്ത് കിടക്കുന്നുണ്ട് വളപ്പിൽ. അതൊക്കെ ഒന്ന് കൊണ്ടുവന്ന് വെട്ടി വെക്കാനും എടുത്ത് വെക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിത് രാവിലെ തിരുമ്പിയിട്ട് തുണികളൊക്കെ ഒന്ന് എടുക്കണം. അതൊക്കെ നന്നായിട്ട് ഉണങ്ങി മൊരിഞ്ഞിട്ടാണ് കേട്ടോ കിടക്കുന്നത്. കാരണം വെയിലിനൊന്നും ഒരു ക്ഷാമമില്ലല്ലോ. വെയിലൊക്കെ ഇപ്പോൾ നല്ലപോലെ ഉണ്ടല്ലോ. വെയിലില്ലെങ്കിൽ എന്താ കാറ്റുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായാലും തുണികളൊക്കെ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. കുറച്ച് നേരം മുറ്റത്ത് ഇടേണ്ട ആവശ്യമുള്ളൂ. പക്ഷേ ഞാൻ രാവിലെ തിരുമ്പി കഴിഞ്ഞാൽ വൈകുന്നേരത്തെ എടുത്ത് വയ്ക്കുള്ളൂ കേട്ടോ. കാരണം അത്രയും വെയിലടിച്ചിട്ട് തുണികൾ നനയ്ക്കാൻ മാത്രമുള്ള ഒരു വെയിലൊന്നും നമുക്ക് ഈ ഭാഗത്തേക്കാണ് കിട്ടാറില്ല. ആ ഒരു ചൂടിൻ്റെ ഊക്കിൽ ഇങ്ങനെ ഉണങ്ങി കിട്ടുന്നു തന്നെ ഉള്ളൂ കേട്ടോ. അല്ലാതെ അത്ര നന്നായിട്ട് വെയിലടിച്ചിട്ട് എന്താ പറയുക, ഈ തുണികൾ നനച്ചു പോകാൻ മാത്രമുള്ള വെയിലൊന്നും നമുക്ക് ഇവിടേക്ക് കിട്ടാറില്ല. പിന്നെ വെയിലുണ്ടാകുമ്പോൾ കുട്ടികളുടെ തുണികൾ ഇടില്ലേ, ആ ഷീറ്റ്, അതിൻ്റെ മേലേക്കൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. അപ്പോൾ അവരുടെ തുണികൾ പൊതുവേ നല്ല കട്ടിയുള്ള തുണികളായ കാരണം കൊണ്ട് തന്നെ വൈകുന്നേരത്തെ തന്നെ വൈകുന്നേരം ആയാലും ചിലത് ഉണങ്ങി കിട്ടില്ല കേട്ടോ. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വൈകുന്നേരത്തെ തന്നെ എടുക്കുകയുള്ളൂ. അങ്ങനെ ബാക്കിയുള്ള ആ തുണികളൊക്കെ എടുത്ത് വെച്ചിട്ട് ഞാനിതാ ബാക്കിയുള്ള ഇപ്പോൾ തിരുമ്പിയ തുണികളുണ്ടല്ലോ അതൊക്കെ ഒന്ന് ഉണക്കാനായിട്ട് ഇടുന്നുണ്ട്. ഇതൊന്നും ഇനി എടുക്കില്ല, ഇതൊക്കെ ഇനി രാവിലെ എടുക്കുകയുള്ളൂ കേട്ടോ. കാരണം മഴയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ എടുത്താൽ മതി. രാത്രി കാറ്റൊക്കെ കൊണ്ട് തന്നെ ഉണങ്ങിയിട്ടുണ്ടാവും. എന്നിട്ട് രാവിലെ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പം ഞാനും ഏട്ടനും കൂടിയിട്ട് ഈ വളപ്പിക്കൊക്കെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ട്. കുറേ പട്ടകളും ഒക്കെ വീണ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് വെട്ടി ഒതുക്കി പട്ടയും ഓലയും തണ്ടും ഒക്കെ മാറ്റി സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കണം. അപ്പോൾ തുമ്പിക്കുട്ടി ആ സമയത്ത് കണ്ടില്ല, അവളുടെ ഒരു ബാഗും തൂക്കിയിട്ട് അവളിങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. കിച്ചു ആണെന്നുണ്ടെങ്കിൽ വന്നില്ല കേട്ടോ. അവനെ ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഞങ്ങളെ നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തുമ്പിക്കുട്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു ഭാഗത്ത് അടങ്ങിയിരിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അവളൊരു ബാഗും തൂക്കിയിട്ട് എൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്, ഈ വളപ്പിൽ കൂടെ പൊന്തയിൽ കൂടെയൊക്കെ. അപ്പോൾ ഞാൻ അങ്ങോട്ട് പൊന്തയിൽ കൂടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിറച്ചും പുളിയുറുമ്പുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ പറയുമ്പോൾ പെണ്ണ് കേൾക്കണമെന്നില്ല കേട്ടോ. ഇല്ല ഞാൻ പോകണില്ല പറഞ്ഞിട്ട് അവൾ ഞങ്ങളുടെ പിന്നാലെ നടക്കുകയാണ് കേട്ടോ. അങ്ങനെ ഏട്ടൻ അവിടെ നിന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടുണ്ട്. അടയ്ക്ക വീണിട്ടുണ്ടാകും കേട്ടോ 1-2 ഇപ്പോൾ നമ്മുടെ ഹൗസ് ഓണർ വന്നിട്ടുണ്ടായിരുന്നു. അവർ കുറേ പെറുക്കിയിട്ട് പോയിട്ടോ അടയ്ക്ക. അപ്പോൾ ഏട്ടൻ എന്തെങ്കിലും വീണ് കിടക്കേണ്ടത് നോക്കുകയാണ് കേട്ടോ. വേറെ ഒന്നിനുമല്ല, വൈകുന്നേരത്ത് ഞങ്ങൾ ഏട്ടൻ്റെ വീടിൻ്റെ അവിടേക്ക് പോവില്ല. അപ്പോൾ അച്ചച്ചന് മുറുക്കാൻ വേണ്ടിയിട്ട് അടയ്ക്ക പെറുക്കുകയാണ് കേട്ടോ ഏട്ടൻ. അപ്പോൾ ഞങ്ങളിങ്ങനെ അവിടെ പെറുക്കി എടുക്കാറൊന്നുമില്ല കേട്ടോ. അവർ ഇപ്പോൾ പെറുക്കിയിട്ട് പോയല്ലോ. അപ്പോൾ 1-2 ഉണ്ടോ നോക്കാൻ വേണ്ടി പോയതാണ് കേട്ടോ, അങ്ങനെ അച്ചച്ചന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും ഒരു 5-6 കിട്ടിയിട്ടുണ്ട്. ഏട്ടൻ അത് കൊണ്ടിട്ട് എടുത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ
ഇവിടെയുള്ള പട്ടയും ഒക്കെ വലിച്ചിട്ട് ഇപ്പുറത്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. ഇനി അതൊക്കെ വെട്ടി മുറിക്കാണ്ട് ഏട്ടൻ എന്നുള്ള കാര്യം ഏട്ടൻ ചെയ്തു തരാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു സന്തോഷത്തിലാണ് ഞാൻ. അല്ലെങ്കിൽ ഞാനാണല്ലോ എല്ലാം ചെയ്യാറുള്ളത്. എനിക്കാണെങ്കിൽ അന്ന് വെയ്യാത്ത പോലെ. ഏട്ടനുള്ള സമയത്ത് അല്ലെങ്കിൽ എനിക്ക് കുറച്ച് മടി കൂടുതലാണ് കേട്ടോ. എല്ലാം ഏട്ടനെ കൊണ്ട് ചെയ്യിപ്പിക്കും ഞാൻ. എന്നുവെച്ചാൽ അങ്ങനെ ഇങ്ങനത്തെ ജോലികളൊക്കെ കേട്ടോ. എന്താ അല്ല, നമുക്കൊരു ചെയ്തൊരാളുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മടി ഉണ്ടാവുമല്ലോ, അത് സ്വാഭാവികമാണല്ലോ. അപ്പം അങ്ങനെ ഏട്ടൻ പട്ടയും ഓലൊക്കെ സെപ്പറേറ്റ് ആക്കി തരുന്നുണ്ട്, എല്ലാം വെട്ടി ഒതുക്കി തരുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഏട്ടൻ ഈ ഇങ്ങനത്തെ ജോലികളൊക്കെ ചെയ്യുമ്പോൾ നല്ല വൃത്തിയോടൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. എന്നെപ്പോലെ ഒന്നല്ല, ഞാൻ ഇങ്ങനെ ഒന്നല്ല കേട്ടോ. ഞാൻ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുള്ളൂ കേട്ടോ. ലാസ്റ്റ് എന്നിട്ട് എല്ലാം കൂടി വൃത്തിയാക്കി ഇടും. അതല്ല, ഏട്ടൻ ഈ പട്ട വെട്ടുകയാണെന്നുണ്ടെങ്കിൽ കൂടി ഏട്ടൻ അത് അത്രയ്ക്ക് ഒരു വൃത്തിയിലാണ് ഏട്ടൻ വെട്ടുള്ളൂ. ഞാനാണ് വെട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇതിനെയൊക്കെ പരത്തിയിട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഏട്ടൻ കണ്ടില്ല, ഓരോ സൈഡിൽ കൂട്ടി വെച്ചിട്ടാണ് കേട്ടോ പട്ടയൊക്കെ വെട്ടുന്നത്. അപ്പോൾ ഈ കിടക്കണ ഈ കമ്പും ചുള്ളിയൊക്കെ കണ്ടില്ലേ, ഇത് ഇന്ന് രാവിലെ തന്നെ റോട്ടിൽ വീണെടുക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഞാനെന്താ ചെയ്ത് വെച്ചിട്ടാ അത് വേഗം ഇങ്ങോട്ട് എടുത്ത് കൊണ്ടുവന്നു. റോട്ടിൽ വീണെടുക്കേണ്ടതാണ് കേട്ടോ. അത് എവിടെ നിന്ന് പൊട്ടി വീണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ നിന്ന് ഞാനത് എടുത്തിട്ട് വന്നു കത്തിച്ച് പിടിപ്പിക്കാമല്ലോ. എനിക്ക് തീ കത്തിച്ച് പിടിപ്പിക്കുമ്പോൾ ഇങ്ങനത്തെ ചുള്ളിക്കമ്പോളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് കത്തിച്ച് പിടിപ്പിക്കാൻ എനിക്ക് കൂടുതലും ഇഷ്ടം കേട്ടോ. നമുക്ക് പക്ഷേ അത് കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ വലിയ കമ്പോളൊക്കെ വെച്ചിട്ട് കത്തിക്കുന്നത് കേട്ടോ. കിട്ടാനില്ലെങ്കിൽ പിന്നെ വേറെ പാകമില്ലല്ലോ. അപ്പോൾ ഇത് വീണെടുക്കണം കണ്ടപ്പോൾ ഞാനത് ഇവിടെ എടുത്തിട്ട് വന്നാണ് കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഞാനൊക്കെ ഒതുക്കി വെക്കുന്നുണ്ട് നമുക്ക് കത്തിച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിപ്പോൾ ഇവിടെ വെക്കണില്ല, അതെന്തായാലും അടുക്കള പുറത്ത് തന്നെ കൊണ്ടുപോയി വെക്കണം കേട്ടോ. അങ്ങനെ എൻ്റെ അത് ചുള്ളികളൊക്കെ ഒന്ന് കമ്പൊടിച്ച് വെക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഏട്ടൻ കണ്ടില്ലേ ഓരോ മുക്കിലായിട്ട് തന്നെ കൂട്ടി വെച്ചിരിക്കുന്നുണ്ടോ. അപ്പോൾ അങ്ങനെ അതും ഏട്ടൻ്റെ ജോലിയും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഞാൻ പിന്നെ ഇവിടെ നിന്ന് മുറ്റടിച്ച് വരാമെന്ന് വിചാരിച്ചു കണ്ടോ. ഏട്ടൻ പട്ടയൊക്കെ എല്ലാം വൃത്തിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കെട്ടുകളാക്കി ഒരു 3-4 കെട്ടുണ്ട്. അത് ഇപ്പുറത്തെ സൈഡിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ മുറ്റമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് ആദ്യം വെള്ളം തളിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നല്ല പൊടിയാണ്. പൊടിയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത പൊടിയാണ് കേട്ടോ. അയ്യോ, ഒരുമാതിരി വെളുത്ത പൂഴിമണ്ണില്ലേ, ഒരു എല്ലാം കണ്ടിട്ടുണ്ടാവുമായിരിക്കും, അങ്ങനത്തെ ഒരു ജാതി മണ്ണാണ് കേട്ടോ ഇവിടെ. അത് കാരണം നല്ല പൂഴി, ഇങ്ങനെ പറക്കൂട്ട പൂഴി. അത് തന്നോണ്ട് എന്താ പറയുക, ആ പൊടിയുടെ അലർജിയൊക്കെ അപ്പോൾ അധികമായിട്ട് എനിക്ക് ഇപ്പോൾ തുമ്മലും ജലദോഷമല്ല, തുമ്മലും ചുമയൊന്നും വിട്ടു പോകണമെന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അവിടെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട്. എത്ര അടിച്ച് വാരിയാലും നല്ല ചപ്പ് ഇങ്ങനെ പെരുകുക എന്നല്ലാതെ കമ്മിയാവണമൊന്നുമില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ കാറ്റ് വീശണ കാരണം കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചു വരുമ്പോൾ ആ ചപ്പിനെ വീണ്ടും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരാൻ തുടങ്ങി. എനിക്ക് ഈ കാറ്റുകാലം എന്ന് പറഞ്ഞ കാലം ഉണ്ടല്ലോ ഇഷ്ടം തന്നെ അല്ല കേട്ടോ. നമുക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്ന കാലമാണ് കാറ്റുകാലം, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമേ ഇല്ല. അങ്ങനെ ഞാൻ അടിച്ചു വരുമ്പോൾ അത് വീണ്ടും ഇങ്ങോട്ട് തന്നെ റിട്ടേൺ അടിച്ച് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെ കാറ്റൊന്നും കാണില്ലെങ്കിലും നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മുടെ ഇന്നത്തെ ഈ വ്ലോഗ് എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. ഇത്രയൊക്കെ തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ഇനി വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. കാരണം ഞാൻ പോയി കഴിഞ്ഞാൽ അവിടെ തിരിച്ച് വരിക, കുളിക്കുക, ഫുഡ് കഴിക്കുക, കിടന്നുറങ്ങുക, അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ഇതിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.